നമസ്കാരം. ഈ വർഷത്തെ ശിവരാത്രി ഫെബ്രുവരി 26 ശിവരാത്രിക്ക് മുൻപുള്ള ഈ ദിവസങ്ങൾ വളരെ വിശേഷപ്പെട്ടതായ ദിവസമാണ്. ശിവരാത്രി പരമശിവന് അത്രമേൽ വിശേഷപ്പെട്ടതായ ദിവസമാകുന്നു. അതിനാൽ ശിവരാത്രിക്ക് മുൻപ് ഞാൻ ഈ പരാമർശിക്കുന്ന ലക്ഷണങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ദൃശ്യമാവുകയാണ് എങ്കിൽ, നിങ്ങൾ കാണുകയാണ് എങ്കിൽ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാനെ കരിക്ക് സമർപ്പിക്കുന്നതും കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷമാകുന്നു. ഈ ലക്ഷണം കാണുകയാണ് എങ്കിൽ തീർച്ചയായും അത് ഭഗവാന്റെ അനുഗ്രഹമായി തന്നെ പരാമർശിക്കാവുന്നതാണ്. ആ വിശേഷപ്പെട്ടതായ ലക്ഷണങ്ങൾ ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് ശിവരാത്രിക്ക് മുൻപ് കാണുന്ന ആ വിശേഷപ്പെട്ടതായ ലക്ഷണങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഓം നമഃ ശിവായ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുന്നത് ഈ ദിവസങ്ങളിൽ പരമശിവൻ്റെ ചിന്തകൾ നിങ്ങളിൽ വർദ്ധിക്കുന്നതാണ്. പരമശിവനെ നിങ്ങൾ സ്വപ്നം കാണും, അഥവാ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് സ്വപ്ന ദർശനം നൽകുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. കൂടാതെ ഭഗവാനുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ഈ ദിവസങ്ങളിൽ സ്വപ്നം കാണുന്നതും ഏറ്റവും വിശേഷമാകുന്നു. ഭഗവാന്റെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ തീർച്ചയായും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വ്രതം അനുഷ്ഠിക്കാതിരിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇത്. ഭഗവാന്റെ അനുഗ്രഹം നാൾക്കുനാൾ വർദ്ധിക്കുന്നവരിൽ മാത്രം പ്രകടമാകുന്ന ഒരു ലക്ഷണമാകുന്നു. പലരും ആഗ്രഹിക്കുന്നതായ ഒരു കാര്യം കൂടിയാണ് ഇത്. എന്നാൽ പലർക്കും ലഭിക്കാത്തതായ ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ്. എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും. നാവിലേക്ക് എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ വന്നു ചേരും. ഇപ്രകാരം സംഭവിക്കുന്നതും കൂടാതെ ഭഗവാനെ ആരാധിക്കുന്നതായ അവസരത്തിൽ പെട്ടെന്ന് മനസ്സിൽ സന്തോഷം നിറയുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണങ്ങളാക്കുന്നു. നിങ്ങൾക്ക് പലവിധ ദുഃഖ ദുരിതങ്ങൾ ഉണ്ടായി എന്ന് വരാം. ആ ദുഃഖങ്ങൾ എല്ലാം മറന്നു പോവുകയോ അല്ലെങ്കിൽ ആ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുകയോ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏതൊരു ദുഃഖ ദുരിതങ്ങൾക്കും ഭഗവാൻ തന്നെ വഴി കാട്ടുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാകുന്നു. തീർച്ചയായും നിങ്ങൾ ശരിയായ രീതിയിൽ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യമാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത്. ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു. കൂടാതെ നിങ്ങളുടെ വീടുകളിലേക്ക് അതിഥികൾ കടന്നു വരികയും ആ അതിഥികളിലുള്ള കുട്ടികൾക്ക് വളരെയധികം സന്തോഷം നിങ്ങളുടെ വീടുകളിൽ വന്നു ചേരുമ്പോൾ സംഭവിക്കുന്നു എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ലഭിക്കുന്ന സൂചനയാകുന്നു. കൂടാതെ നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഭസ്മത്തിൻ്റെ ഗന്ധം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ ഭഗവാന്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അതിനാൽ ആ വീട്ടിലെ അംഗം തീർച്ചയായും സാധിക്കുന്ന അംഗങ്ങൾ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഉയർച്ചയും സൗഭാഗ്യങ്ങളും ആ വീടുകളിലേക്ക് കടന്ന് വരുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ശിവക്ഷേത്രത്തിൽ പല അവസരങ്ങളിലും ദർശനം നടത്തണം എന്ന് ആഗ്രഹിക്കുകയും എന്നാൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരാതിരിക്കുകയും എന്നാൽ ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ശിവക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുവാനുള്ള അവസരങ്ങൾ പല ആവർത്തി ലഭിക്കുന്നു എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാകുന്നു. അപ്രതീക്ഷിതമായാണ് എങ്കിൽ പോലും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എങ്കിൽ അത് മഹാദേവന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമായി തന്നെ പരാമർശിക്കാം. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരം ലഭിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. നിങ്ങൾക്ക് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നതായ ചില കാര്യങ്ങളുണ്ടാകാം. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇപ്രകാരം സംഭവിക്കുന്നു എന്ന് ചിന്തിച്ചു പോകുന്ന ചില കാര്യങ്ങൾക്ക് ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. അത് ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടോ ആകാം. അത്തരം കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ
ഇപ്പോൾ അനുകൂലമാകുന്നു എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നതാകുന്നു. തീർച്ചയായും നിങ്ങൾ ശിവരാത്രി വ്രതം കുടുംബത്തിൽ ഒരു വ്യക്തിയെങ്കിലും അനുഷ്ഠിക്കേണ്ടത് അനിവാര്യമാണ് എന്ന സൂചന ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. ശിവക്ഷേത്രത്തിലാണ് എങ്കിലും അതല്ല നിങ്ങൾ മന്ത്രം ജപിക്കുമ്പോഴോ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലോ ആണ് എങ്കിൽ പോലും നിങ്ങളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകുകയും ഭഗവാന്റെ മന്ത്രങ്ങൾ നാവിൽ വരികയും ചെയ്യുന്നു എങ്കിൽ, രണ്ടും ഒരേ നിമിഷം സംഭവിക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണം തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ സാന്നിധ്യം വർദ്ധിച്ചിരിക്കുന്നു, ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ്. അതിനാൽ തന്നെ തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം നിലനിർത്തുകയും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നാൾക്ക് നാൾ ഉയർച്ചയും സൗഭാഗ്യങ്ങളും തേടിയെത്തും. ഈ ദിവസങ്ങളിൽ ഞാൻ പരാമർശിക്കുന്ന ജീവികളുടെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ പോലും അത് ഭഗവാന്റെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു. അതിനാൽ തീർച്ചയായും നിങ്ങൾ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് അനിവാര്യമാണ്. ആ ജീവികൾ ഇപ്രകാരമാകുന്നു. അതിൽ ആദ്യത്തേത് നാഗമാണ്. നാഗം അഥവാ സർപ്പം അല്ലെങ്കിൽ പാമ്പിനെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാകുന്നു. നിങ്ങൾ ശിവക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോകുന്നതായ അവസരത്തിലോ ശിവക്ഷേത്രത്തിൽ നിന്നും മടങ്ങി വരുന്നതായ അവസരത്തിലോ മന്ത്രങ്ങൾ ജപിക്കുമ്പോഴോ ഭഗവാന്റെ ചിന്ത വരുന്നതായ അവസരത്തിലാണ് പാമ്പുകളെ കാണുന്നത് എങ്കിൽ അത് ഏറ്റവും വിശേഷമായി തന്നെ കരുതുവാൻ സാധിക്കും. തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം നാൾക്ക് നാൾ വർദ്ധിച്ചിരിക്കുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ തീർച്ചയായും ആ സമയം ഓം നമഃശിവായ എന്നുരുവിടുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കൂടാതെ വ്രതം അനുഷ്ഠിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ഈ വർഷം തീർച്ചയായും നിങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കണം എന്ന ചിന്ത മനസ്സിലേക്ക് കടന്ന് വരുന്നു എങ്കിൽ പോലും അത് ഭഗവാന്റെ അനുഗ്രഹത്താലാകുന്നു. അതിനാൽ തീർച്ചയായും നിങ്ങൾ വ്രതം അനുഷ്ഠിക്കേണ്ടതും അനിവാര്യമാണ്. നിങ്ങൾക്ക് അതിന് സാധിക്കും എന്ന വ്യക്തമായ സൂചനയാണ് ഭഗവാൻ നൽകുന്നത് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. കൂടാതെ നിങ്ങളുടെ വീടുകളിലേക്ക് കാളയുടെ സാന്നിധ്യം ഉണ്ട് എങ്കിൽ, അതായത് കാളയെ കാണുകയോ അല്ലെങ്കിൽ വീടുകളിലേക്ക് കാള വരികയോ ചെയ്യുകയാണ് എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ലക്ഷണമായി തന്നെ പരാമർശിക്കാം. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഉപ്പൻ്റെ സാന്നിധ്യവും കീരിയുടെ സാന്നിധ്യവും വീടുകളിലുണ്ട് എങ്കിൽ അതും ഭഗവാന്റെ അനുഗ്രഹത്തെയും സൂചിപ്പിക്കുന്നതായ കാര്യങ്ങളാകുന്നു. അതിനാൽ തീർച്ചയായും ശിവരാത്രി വ്രതം നിങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ, കുടുംബത്തിലെ ഒരംഗമെങ്കിലും അനുഷ്ഠിക്കുന്നതിലൂടെ ആ വീടുകളിൽ ഭഗവാന്റെ അനുഗ്രഹം നാൾക്ക് നാൾ വർദ്ധിക്കുക തന്നെ ചെയ്യും. അഥവാ ഈ അനുഗ്രഹം നിലനിർത്തുവാൻ സാധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ എല്ലാ പ്രശ്നങ്ങൾക്കും പൂർണ്ണമായ പരിഹാരങ്ങൾ ലഭിക്കുകയും സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിറയും. പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. തീർച്ചയായും അതിനാൽ ഈ കാര്യങ്ങൾ കാണുകയാണ് എങ്കിൽ തലക്കുഴിഞ്ഞ് ഒരു നാണയം മാറ്റിവയ്ക്കുന്നതും ശിവരാത്രി ദിവസം ഈ നാണയം ശിവക്ഷേത്രത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഇരട്ടി ഫലദായകമാണ് എന്ന കാര്യവും ഓർക്കുക.